വെൽക്കം ടു PSC ആൻഡ് CCB ഓൺലൈൻ വേൾഡ്. ഇന്ന് ഓഡിറ്റിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ് പറയുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. കൺകറൻറ്റ് ഓഡിറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. ആൻസർ കണ്ടിന്യൂവസ് ഓഡിറ്റ്. കൺകറൻറ്റ് ഓഡിറ്റിൻ്റെ മറ്റൊരു പേരാണ് കണ്ടിന്യൂവസ് ഓഡിറ്റ്. നെക്സ്റ്റ് വൺ, ഓഡിറ്റ് കണ്ടക്റ്റഡ് ഇൻ ബിറ്റ്വീൻ ടു ഫൈനൽ ഓഡിറ്റ് ഈസ് നോൺ ആസ് ഡാഷ്. ആൻസർ ഇൻ്ററിം ഓഡിറ്റ്. രണ്ട് ഫൈനൽ ഓഡിറ്റിന് ഇടയ്ക്ക് വരുന്ന കണ്ടക്ട് ചെയ്യുന്ന ഓഡിറ്റിന് പറയുന്നതാണ് ഇൻ്ററിം ഓഡിറ്റ്. എന്നാൽ ഇൻറ്റേർണൽ ഓഡിറ്റ് എന്താ? ഓഡിറ്റ് കണ്ടക്റ്റഡ് ബൈ ദ സ്റ്റാഫ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് കോൾഡ് ഇൻറ്റേർണൽ ഓഡിറ്റ്. ഇൻസ്റ്റിറ്റ്യൂഷനിലെ സ്റ്റാഫ് തന്നെ കണ്ടക്ട് ചെയ്യുന്ന ഓഡിറ്റിന് പറയുന്നതാണ് ഇൻറ്റേർണൽ ഓഡിറ്റ്. എന്നാൽ ഇൻ്ററിം ഓഡിറ്റ് എന്ന് പറയുന്നത് ഓഡിറ്റ് കണ്ടക്റ്റഡ് ഇൻ ബിറ്റ്വീൻ ടു ഫൈനൽ ഓഡിറ്റ്, അതാണ് ഇൻ്ററിം ഓഡിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ദ ഫസ്റ്റ് ഡ്യൂട്ടി ഓഫ് ദ ഓഡിറ്റർ ഈസ് ടു ആൻസർ വെരിഫൈ ക്യാഷ് ബാലൻസ്. ഓഡിറ്ററിൻ്റെ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് വെരിഫൈ ക്യാഷ് ബാലൻസ് ആയിരിക്കും. നെക്സ്റ്റ് വൺ, ഓഡിറ്റ് പ്രോഗ്രാം ഈസ് നോട്ട് ഓൺലി എ സ്കീം ഓഫ് വർക്ക് ബട്ട് ഓൾസോ ആൻസർ എ ഡയറി ഓഫ് വർക്ക്. ഓഡിറ്റ് പ്രോഗ്രാം ഈസ് നോട്ട് ഓൺലി എ സ്കീം ഓഫ് വർക്ക് ബട്ട് ഓൾസോ എ ഡയറി ഓഫ് വർക്ക്. നെക്സ്റ്റ് വൺ, ഡാഷ് ഈസ് ദ എസെൻസ് ഓഫ് ഓഡിറ്റ്. ഓഡിറ്റിൻ്റെ എസെൻസ് എന്ന് പറയുന്നത് വൗച്ചിങ് ആണ്. വൗച്ചിങ് ഈസ് ദ എസെൻസ് ഓഫ് ഓഡിറ്റ്. നെക്സ്റ്റ് വൺ, ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഈസ് എ ഡാഷ്. ആൻസർ ക്യാപിറ്റൽ എക്സ്പെൻസ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻസ് ആണ്. നെക്സ്റ്റ് വൺ, പർച്ചേസ് ബുക്ക് ഈസ് എ സബ്സിഡറി ഫോർ റെക്കോർഡിംഗ് ഡാഷ്. ആൻസർ ക്രെഡിറ്റ് പർച്ചേസ്. ക്രെഡിറ്റ് പർച്ചേസ് റെക്കോർഡ് ചെയ്യുന്നതാണ് പർച്ചേസ് ബുക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ക്രെഡിറ്റ് സെയിൽ ഓഫ് അസറ്റ് വിൽ ബി റെക്കോർഡ് ഇൻ ഡാഷ്. ആൻസർ ജേണൽ പ്രോപ്പർ. അസറ്റിൻ്റെ ക്രെഡിറ്റ് സെയിൽ റെക്കോർഡ് ചെയ്യുന്നത് ജേണൽ പ്രോപ്പറിലാണ്. നെക്സ്റ്റ് വൺ, ലെഡ്ജർ ഈസ് എ ബുക്ക് ഓഫ് ഡാഷ് എൻട്രി. ആൻസർ ഫൈനൽ എൻട്രി. ലെഡ്ജർ ഈസ് എ ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി. കേൾക്കുമ്പോൾ ഓർക്കരുത് എന്താ അക്കൗണ്ടൻസി വരുന്നതെന്ന്. ഓഡിറ്ററിന് അക്കൗണ്ടൻസിയും കൂടെ അറിഞ്ഞാൽ മാത്രമേ ഓഡിറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ടാണ്, അല്ലാതെ കേൾക്കുമ്പോൾ ഇതെന്താണ് അക്കൗണ്ടൻസി ഇതിനകത്ത് ഓഡിറ്റിങ്ങിനകത്ത് കയറി വന്നതെന്ന് ഓർക്കരുത്. നെക്സ്റ്റ് വൺ, നോമിനൽ അക്കൗണ്ട് ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. ആൻസർ ഫിക്റ്റീഷ്യസ് അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട് ഈസ് ഓൾസോ നോൺ ആസ് ഫിക്റ്റീഷ്യസ് അക്കൗണ്ട്. നെക്സ്റ്റ് വൺ, ഇംപേഴ്സണൽ അക്കൗണ്ട് ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. ആൻസർ ജനറൽ ലെഡ്ജർ. നെക്സ്റ്റ് വൺ, റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഇൻ ദ ലെഡ്ജർ ഈസ് കോൾഡ്. ആൻസർ പോസ്റ്റിംഗ്. ലെഡ്ജറിൽ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നതിന് പറയുന്നതാണ് പോസ്റ്റിംഗ്. സ്റ്റോക്ക് ഇൻ ട്രേഡ് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്. സ്റ്റോക്ക് ഇൻ ട്രേഡ് വാല്യൂ ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്. നെക്സ്റ്റ് വൺ, ഗുഡ് വിൽ ഈസ് എ ഡാഷ് അസറ്റ്. ആൻസർ ഇൻടാഞ്ചിബിൾ അസറ്റ്. ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത് നമുക്ക് കാണാനോ ടച്ച് ചെയ്യാനോ സാധിക്കാത്ത അസറ്റിന് പറയുന്നതാണ് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന്. നെക്സ്റ്റ് വൺ, ഇഗ്നോറിങ് ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റി ഈസ് ആൻ എറർ ഓഫ് ഡാഷ്. ആൻസർ എറർ ഓഫ് പ്രിൻസിപ്പിൾ. പ്രീപെയ്ഡ് ഇൻഷുറൻസ് ഈസ് എ ഡാഷ് അസറ്റ്. ആൻസർ ഔട്ട്സ്റ്റാൻഡിങ് അസറ്റ്. പ്രീപെയ്ഡ് ഇൻഷുറൻസ് ഈസ് എ ഔട്ട്സ്റ്റാൻഡിങ് അസറ്റ്. ബിൽ റിസീവബിൾ ഈസ് ഡാഷ് അസറ്റ്. ആൻസർ കറണ്ട് അസറ്റ്. ബിൽ റിസീവബിൾ എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് ആണ്. ലോൺ വിച്ച് ആർ ബാക്ക്ഡ് വിത്ത് മെറ്റീരിയൽ സെക്യൂരിറ്റീസ് ആർ കോൾഡ് ഡാഷ്. ആൻസർ സെക്യൂർഡ് ലോൺ. സെക്യൂർഡ് ലോൺ എന്ന് പറയുന്നത് ലോൺ നൽകുന്നത് ഒരു സെക്യൂരിറ്റി വാങ്ങിച്ചിട്ടായിരിക്കും, മെറ്റീരിയൽസ് സെക്യൂരിറ്റി ആയിട്ട് വാങ്ങിച്ചിട്ടായിരിക്കും ലോൺ നൽകുന്നത്. അതിന് സെക്യൂർഡ് ലോൺ എന്ന് പറയുന്നത്. ഓഡിറ്റേഴ്സ് പ്ലാൻ ഓഫ് ആക്ഷൻ ഈസ് നോൺ ആസ് ഓഡിറ്റ് പ്രോഗ്രാം. ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഓഡിറ്റേഴ്സ് പ്ലാൻ ഓഫ് ആക്ഷൻ പറയുന്നതാണ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന്. നെക്സ്റ്റ് വൺ, ക്യാരേജ് ഇൻ കണക്ഷൻ വിത്ത് പർച്ചേസ് ഓഫ് മെഷീനറി ഈസ് ഡാഷ് എക്സ്പെൻസ്. ആൻസർ ക്യാപിറ്റൽ എക്സ്പെൻസ്. ക്യാരേജ് ഇൻ കണക്ഷൻ വിത്ത് പർച്ചേസ് ഓഫ് മെഷീനറി. മെഷീനറിയുടെ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്യാരേജ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻസ് ആയിരിക്കും. നെക്സ്റ്റ് വൺ, ദ പ്രൈമറി അക്കൗണ്ട് ബുക്ക് ഇൻ എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ്. ആൻസർ ഡേ ബുക്ക് ഓർ R&D സ്റ്റേറ്റ്മെൻറ്റ്. പ്രൈമറി അക്കൗണ്ട് ബുക്ക് ഇൻ എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ഡേ ബുക്ക് അല്ലെങ്കിൽ R&D സ്റ്റേറ്റ്മെൻ്റ് ആണ്. നെക്സ്റ്റ് വൺ, ദ സെക്ഷൻ റിലേറ്റിംഗ് ടു ഓഡിറ്റ് ആസ് പെർ KCS ആക്ട് ഓഫ് 1969. ഓഡിറ്റിനെ കുറിച്ച് KCS ആക്ട് 1969 പറയുന്നത് സെക്ഷൻ 63 നെക്സ്റ്റ് വൺ, കോപ്പറേറ്റീവ് ഓഡിറ്റർ ഈസ് റെസ്പോൺസിബിൾ ടു ഡാഷ്. ആൻസർ ജനറൽ ബോഡി. കോപ്പറേറ്റീവ് ഓഡിറ്റർ ഈസ് റെസ്പോൺസിബിൾ ടു ജനറൽ ബോഡി.
നെക്സ്റ്റ് വൺ ഇൻറ്റേർണൽ ഓഡിറ്റ് ആൻഡ് ഇൻറ്റേർണൽ ചെക്ക് ആർ നോട്ട് ദ സെയിം. ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ന് പറയുന്നതും ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറയുന്നതും സെയിം അല്ല. ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ സ്റ്റാഫ് തന്നെ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നതിനാണ് ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ചെക്ക് മീൻസ് ദ വർക്ക് ഓഫ് വൺ ക്ലർക്ക് ഈസ് ഓട്ടോമാറ്റിക്കലി ചെക്ക്ഡ് ബൈ അനദർ ക്ലർക്ക്. ഒരു സ്റ്റാഫ് ചെയ്യുന്ന വർക്ക് മറ്റൊരു സ്റ്റാഫ് ചെക്ക് ചെയ്യുന്നതിന് പറയുന്നതാണ് ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഡാഷ് ബിഗിൻസ് വെൻ അക്കൗണ്ടിങ് എൻഡ്സ്. ആൻസർ ഓഡിറ്റ്. അക്കൗണ്ടിങ് എൻഡ് ആവുന്നിടത്താണ് ഓഡിറ്റ് തുടങ്ങുന്നത്. ഓഡിറ്റ് ബിഗിൻസ് വെൻ അക്കൗണ്ടിങ് എൻഡ്സ്. നെക്സ്റ്റ് വൺ ക്യാഷ് അക്കൗണ്ട് cannot ഷോ ഡാഷ് ബാലൻസ്. ആൻസർ ക്രെഡിറ്റ് ബാലൻസ്. ക്യാഷ് അക്കൗണ്ട് cannot ഷോ ക്രെഡിറ്റ് ബാലൻസ്. നെക്സ്റ്റ് വൺ വിച്ച് ടൈപ്പ് ഓഫ് ഓഡിറ്റ് ക്യാൻ പ്രസൻറ്റ് ഫൈനൽ അക്കൗണ്ട് മോർ ക്വിക്ക്ലി. ആൻസർ കൺകറൻറ്റ് ഓഡിറ്റ്. നെക്സ്റ്റ് വൺ ദ ഡിസ്ട്രിക്ട് ലെവൽ ഓഫീസർ ഇൻ ചാർജ് ഓഫ് ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഡാഷ്. ആൻസർ ജോയിൻറ്റ് രജിസ്ട്രാർ. ഡിസ്ട്രിക്ട് ലെവൽ ഓഫീസർ ഇൻ ചാർജ് ഓഫ് ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ജോയിൻറ്റ് രജിസ്ട്രാർ. നെക്സ്റ്റ് വൺ ഡാഷ് റിസർവ് ഈസ് നോട്ട് ഡിസ്ക്ലോസ്ഡ് ഓൺ ഫേസ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ആൻസർ സീക്രട്ട് റിസർവ്. സീക്രട്ട് റിസർവ് ബാലൻസ് ഷീറ്റിൽ കാണിക്കാറില്ല. നെക്സ്റ്റ് വൺ എ റിസർവ് വിച്ച് cannot ബി ഡിസ്ട്രിബ്യൂട്ടഡ് among the shareholders is called ഡാഷ്. ആൻസർ ക്യാപിറ്റൽ റിസർവ്. എ റിസർവ് വിച്ച് cannot ബി ഡിസ്ട്രിബ്യൂട്ടഡ് among the shareholders is called ക്യാപിറ്റൽ റിസർവ്. നെക്സ്റ്റ് വൺ ദ വർക്ക് ഓഫ് ഡാഷ് ഓഡിറ്റ് ഈസ് കണ്ടിന്യൂസ്. ആൻസർ കൺകറൻറ്റ് ഓഡിറ്റർ. വർക്ക് ഓഫ് കൺകറൻറ്റ് ഓഡിറ്റർ ഈസ് കണ്ടിന്യൂസ്. നെക്സ്റ്റ് വൺ കറണ്ട് അസറ്റ് ആർ ഓൾസോ കോൾഡ് ഡാഷ്. ആൻസർ ഫ്ലോട്ടിംഗ് അസറ്റ്. കറണ്ട് അസറ്റ് ആർ ഓൾസോ കോൾഡ് ഫ്ലോട്ടിംഗ് അസറ്റ്. നെക്സ്റ്റ് വൺ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഈസ് എ ഡാഷ്. ആൻസർ ലയബിലിറ്റി. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഈസ് എ ലയബിലിറ്റി. അടുത്തത് നമുക്ക് ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഓരോ സൊസൈറ്റീസും ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ക്രെഡിറ്റ് സൊസൈറ്റീസ്. exempting primary cooperative agriculture and rural development bank, housing societies and house mortgage bank. പ്രൈമറി അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കും ഹൗസിംഗ് സൊസൈറ്റീസും ഹൗസ് മോർട്ട്ഗേജ് ബാങ്കും ഒഴികെയുള്ള ക്രെഡിറ്റ് സൊസൈറ്റീസ് ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓൺ വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ ബേസ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തേത് പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്, ഹൗസ് മോർട്ട്ഗേജ് ബാങ്ക് ആൻഡ് ഹൗസിംഗ് സൊസൈറ്റീസ്. ഇതിൻ്റെ ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓൺ ദ അഗ്രിഗേറ്റ് ഓഫ് ലോൺ ഇഷ്യൂഡ് ആൻഡ് ദാറ്റ് റിക്കവേർഡ് ഡ്യൂറിങ് ദ ഇയർ അണ്ടർ ഓഡിറ്റ്. ലോൺ ഇഷ്യൂ ചെയ്യുന്നതനുസരിച്ചും അല്ലെങ്കിൽ ആ ഇയർ ഓഡിറ്റിൻ്റെ ഇയറിൽ റിക്കവർ ചെയ്യുന്ന ലോൺ കൊടുക്കുന്നത് റിക്കവർ ചെയ്യുന്നതിൻ്റേതും അനുസരിച്ചിട്ടായിരിക്കും ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മൂന്നാമത്തേത് സൊസൈറ്റി ഹാവിങ് ക്രെഡിറ്റ് ആൻഡ് നോൺ ക്രെഡിറ്റ് ആക്ടിവിറ്റീസ്. ക്രെഡിറ്റും നോൺ ക്രെഡിറ്റും ആക്ടിവിറ്റീസ് ചെയ്യുന്ന സൊസൈറ്റികളിൽ ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓൺ വർക്കിംഗ് ക്യാപിറ്റൽ ഓർ ഓൺ സെയിൽസ് പ്രൊസീഡ്സ് ഓഫ് ഗുഡ്സ് വിച്ച് എവർ ഈസ് ഹയർ. വർക്കിംഗ് ക്യാപിറ്റൽ ബേസ് ചെയ്തോ അല്ലെങ്കിൽ ഗുഡ്സ് സെയിൽ ചെയ്യുന്നതോ ഇതിലേതാണ് ഏറ്റവും കൂടുതലെന്ന് നോക്കിയിട്ട് അതിൻ്റെ ബേസിലായിരിക്കും ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നാലാമത്തേത് സൊസൈറ്റി ഡീലിങ്സ് ഇൻ ഗുഡ്സ് എക്സെപ്റ്റിംഗ് കൊയർ ആൻഡ് കൺസ്യൂമർ സൊസൈറ്റി. കൊയറും കൺസ്യൂമർ സൊസൈറ്റി ഒഴികെയുള്ള ഗുഡ്സ് ഡീൽ ചെയ്യുന്ന സൊസൈറ്റികളിൽ ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓൺ സെയിൽസ് പ്രൊസീഡ്സ്, സെയിൽസ് അനുസരിച്ചായിരിക്കും. അഞ്ചാമത്തേത് കൊയർ കോപ്പറേറ്റീവ് സൊസൈറ്റി. കൊയർ കോപ്പറേറ്റീവ്സിൽ ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓൺ പ്രൊസീഡ്സ് ഓഫ് കൊയർ സോൾഡ് ആസ് ഓണേഴ്സ് ആസ് വെൽ ആസ് ഓൺ ദ കമ്മീഷൻ റിയലൈസ്ഡ് ഓൺ ഗുഡ്സ് സോൾഡ് ആസ് ഏജൻസ്. ഇവിടെ ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൊയറിൻ്റെ സെയിൽസ് നടക്കുന്നതും ഓണേഴ്സ് എന്ന ബേസിൽ സെയിൽ നടക്കുന്നതും കാണും. കമ്മീഷൻ ഏജൻ്റായിട്ട് നിന്നിട്ട് അതിന് കമ്മീഷൻ കിട്ടുന്നതും കാണും. അപ്പോൾ ഇത് രണ്ടിൻ്റെയും കൂടെ ബേസിലായിരിക്കും ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓണറായിട്ട് സെയിൽ നടക്കുന്നതും ഏജൻ്റായിട്ട് പ്രവർത്തിച്ചിട്ട് സെയിൽ നടക്കുന്നതും നോക്കിയിട്ട് ഇത് രണ്ടും കൂടെ നോക്കിയിട്ടായിരിക്കും ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ പ്രൈമറി കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓൺ സെയിൽസ് പ്രൊസീഡ്സ് ഓഫ് ഗുഡ്സ്. നെക്സ്റ്റ് ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ സ്റ്റോർ ആൻഡ് അപ്പെക്സ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കൺസ്യൂമർ സ്റ്റോറിലും അപ്പെക്സ് കൺസ്യൂമർ സൊസൈറ്റിയിലും ഓൺ വർക്കിംഗ് ക്യാപിറ്റൽ ഓർ
ഓൺ സെയിൽസ് പ്രൊസീഡ്സ് ഓഫ് ഗുഡ്സ് വിച്ച് എവർ ഈസ് ഹയർ. വർക്കിംഗ് ക്യാപിറ്റലോ അല്ലെങ്കിൽ ഗുഡ്സിൻ്റെ സെയിൽ നടക്കുന്നതോ ഏതാണ് കൂടുതൽ അതിൻ്റെ ബേസിലായിരിക്കും ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ട്രാൻസ്പോർട്ട് സൊസൈറ്റി. ട്രാൻസ്പോർട്ട് സൊസൈറ്റീസിൽ ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓൺ ഹയർ ചാർജസ് കളക്റ്റഡ് ആൻഡ് സെയിൽസ് പ്രൊസീഡ്സ് ഓഫ് ആർട്ടിക്കിൾസ്. ഹയർ ചാർജസ് കളക്ട് ചെയ്യുന്നതിൻ്റെയും ആർട്ടിക്കിൾസ് സെയിൽ ചെയ്യുന്നതിൻ്റെയും ബേസിലായിരിക്കും ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഫാമിംഗ് സൊസൈറ്റീസ് വിച്ച് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ആൻഡ് ഗ്രാൻഡ് ലോൺസ് ആൻഡ് അഡ്വാൻസ്. ഫാമിംഗ് സൊസൈറ്റീസ് ലോണൊക്കെ കൊടുക്കുന്ന ഫാമിംഗ് സൊസൈറ്റീസിനാണെങ്കിൽ ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ബേസിലായിരിക്കും. നെക്സ്റ്റ്, സോഷ്യൽ വെൽഫെയർ സൊസൈറ്റീസ് വിച്ച് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ആൻഡ് ഗ്രാൻഡ് ലോൺസ്. ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുകയും ലോൺ കൊടുക്കുകയും ചെയ്യുന്ന സോഷ്യൽ വെൽഫെയർ സൊസൈറ്റീസിൽ ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ബേസിലായിരിക്കും. നെക്സ്റ്റ്, അതർ സൊസൈറ്റി. മറ്റുള്ള സൊസൈറ്റീസിൽ ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഗ്രോസ് ഇൻകം ബേസ് ചെയ്തിട്ടായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.